അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. മുഖ്തസർ 123, അഹ്വാൽ മുതഅല്ലിഖാത്തുൽ ഫിഇലി 7, പേജ് നമ്പർ 172. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിനാ മുഹമ്മദിൻ വാലിഹി വസഹ്ബിഹി. പിന്നെ ബിഖിലാഫി മാ ഇദാ കാന തഅല്ലുഖു ഫിഇലിൽ മശിയ്യത്തി ഖരീബൻ ഫഇന്നഹു ലാ യുഹദഫു ഹീനഇദിൻ. ബിഖിലാഫി മാ, ഒന്നിനെതിരെ, ബിഖിലാഫി മാ ഇദാ കാന തഅല്ലുഖു ഫിഇലിൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ ഫിഇലിന്റെ തഅല്ലുഖ് ആയാലുള്ള ഒന്നിനെതിരെ ഖരീബൻ, ഖരീബായാലുള്ള ഒന്നിനെതിരെ, അതായത് മഫ്ഊലിനോടുള്ള തഅല്ലുഖ്. ബിഖിലാഫി മാ ഇദാ കാന തഅല്ലുഖു ഫിഇലിൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ ഫിഇലിന്റെ തഅല്ലുഖ് ആയാലുള്ള ഒന്നിനെതിരെ, അതായത് മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഖരീബൻ, ഖരീബായാലുള്ള ഒന്നിനെതിരെ, ഫഇന്നഹു ലാ യുഹദഫു ഹീനഇദിൻ, അവിടെ മഫ്ഊലിനെ കളയപ്പെടുകയില്ല. അത് ഖരീനത്തില്ലാത്തത് കൊണ്ടല്ല കളയാത്തത്, ഖരീബായതുകൊണ്ട് കളയൂല. കമാ ഫീ ഖൗലിഹി ശിഅ്റുൻ വലൗ ശഇതു അൻ നബ്കിയ ദമൻ ലാ ബകൈതുഹു അലൈഹി വലാകിൻ സാഹത്തു സ്വബ്രി ഔസഉ. വലൗ ശിഅ്തു, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അൻ നബ്കിയ ദമൻ, രക്തം കരയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലബക്കൈതുഹു, രക്തത്തെ ഞാൻ കരയുമായിരുന്നു, അലൈഹി, ആ കുട്ടിയുടെ മേൽ. ഏതാണ് കുട്ടി? ഹന്താം. ഹന്താമിന്റെ പിതാവ് ചൊല്ലിയതായ ബൈത്താണിത് കേട്ടോ. അതൊരു വിലാപകാവ്യമാണ്. മകന്റെ പേരിൽ മർസിയത്തായിട്ട് ചൊല്ലിയതാണ്, ഹന്താം എന്ന മകൻ. അപ്പോ ഒലൗ ശൈത്തു, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അൻ അബ്കിയ ദമൻ, രക്തം കരയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, ലബക്കൈതുഹു, ഞാൻ രക്തത്തെ കരയുമായിരുന്നു, അലൈഹി, ആ കുട്ടിയുടെ മേൽ. വലാകിന്നെങ്കിലും, സാഹത്തു സബ്രി, ക്ഷമയുടെ മിറ്റം, ഔസഉ, അത് ഏറ്റവും വിശാലമായതാണ്, എന്തിനേക്കാൾ? ഈ കുട്ടിയുടെ പേരിൽ ദുഃഖിക്കുന്നതിനേക്കാൾ. അപ്പോൾ രക്തം കരയുന്നത് ദുഃഖമുണ്ടാകുന്ന സമയത്താണ്. അപ്പോൾ ദുഃഖം കാരണം ആ കുട്ടിയുടെ മേൽ രക്തത്തെ കരയാൻ ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ ഞാനത് കരയും, പക്ഷേ ക്ഷമ ഉള്ളത് കൊണ്ട് ഞാൻ കരയുന്നില്ല. സാഹത്തു സബ്രി എന്നുള്ളത് ഇസ്തിആറത്തും ബിൽകിനായത്താണ്. ക്ഷമയെ മുറ്റമുള്ള ഒന്നിനോട് തശ്ബീഹാക്കിയിട്ട് മുശബ്ബഹിനെ പറഞ്ഞു, മുശബ്ബഹ് ബിഹിന്റെ മുലായിമും പറഞ്ഞു. മുറ്റം ഉള്ള ഒന്നിനോട് ക്ഷമയെ തശ്ബീഹാക്കി, എന്നിട്ട് മുശബ്ബഹിനെ പറഞ്ഞു, മുശബ്ബഹ് ബിഹിന്റെ മുലായിമും പറഞ്ഞു. അതാണ് ഇസ്തിആറത്തു ബിൽകിനായത്ത്. ഇവിടെ ഫഇന്ന തഅല്ലുക ഫിഇലിൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ ഫിഇലിന്റെ ബന്ധം, ബിബുക്കായി ദമി, ദമിനക്കരയിലിനോടുള്ള ബന്ധം ഖരീബാണ്. കാരണം എന്താണ്? രക്തത്തെ കരയൽ എന്നുള്ളത് വളരെ കുറവാണ്. അപ്പോ രക്തത്തെ കരയൽ എന്നുള്ളത് ഒരു അപൂർവമായ സംഭവമായതുകൊണ്ട് ഇവിടെ പറഞ്ഞു. സാധാരണ കരയലല്ല രക്തം കരയൽ. സാധാരണ കരയൽ കണ്ണുനീരാണ്, ഇത് രക്തത്തെ കരയലാണ്. രക്തത്തെ കരയൽ വളരെ അപൂർവമായതുകൊണ്ട് എന്നല്ല അത് സംഭവിച്ചോളണം എന്ന് തന്നെ ഇല്ല.
അതുകൊണ്ടാണ് ഇവിടെ മഫ്ഊലിനെ പറഞ്ഞത്. ഫദക്കറുഹു അല്ലെങ്കിൽ ഫദിക്റുഹു, ഇവിടെ മഫ്ഊലിനെ പറഞ്ഞത് ഖരീനത്തില്ലാത്തത് കൊണ്ടല്ല, ലിയതഖററ ഫീ നഫ്സി സാമിഇ, സാമിഇന്റെ നഫ്സിൽ അതെന്താണ് ഉറച്ചു നിൽക്കാൻ വേണ്ടിയിട്ടാണ്. ഈ മഫ്ഊല് സാമിഇന്റെ നഫ്സിൽ എന്താണ് ഒന്ന് ഉറച്ചു നിൽക്കാൻ വേണ്ടിയും ഫയഇനിസു ബിഹി സാമിഉഹു, അപ്പോൾ സാമി ആ മഫ്ഊല് കൊണ്ട് ഇണങ്ങിച്ചേരും. അവിടെ കളഞ്ഞു എന്ന് സങ്കല്പിക്കുക. ഒലോ ശഇത്തു, ഞാൻ ഉദ്ദേശിച്ചാൽ, ലബക്കയിത്തു ദമൻ, രക്തത്തെ ഞാൻ കരയുമായിരുന്നു എന്ന് പറഞ്ഞാൽ ജവാബ് അറിയിക്കും മഫ്ഊലിനെ. പക്ഷെ അവിടെ 2 പ്രാവശ്യം പറയൽ വരൂല. ഇവിടെ 2 പ്രാവശ്യം പറയൽ വന്നു. അന്നബക്കിയ ദമൻ എന്നൊരു മഫ്ഊല്, ലബക്കയിത്തുഹൂന്റെ ദമീർ എന്താണ് ബുക്കാഉദ്ദമ് തന്നെയാണ്. അവ 2 പ്രാവശ്യം മഫ്ഊലിനോടെ പറയലു ആവർത്തിച്ച് വന്നതുകൊണ്ട് സാമി ആ മഫ്ഊലുമായി ഒന്ന് ഇണങ്ങിച്ചേരുകയും സാമിന്റെ നഫ്സിൽ ഉറച്ചു നിൽക്കുകയും ചെയ്യും. കാരണം ഇത് ഉണ്ടാകൽ കമ്മിയായതുകൊണ്ട്. അതുകൊണ്ടാണ് മഫ്ഊലിനെ പറഞ്ഞത്, കരീറത്തില്ലാത്തത് കൊണ്ടല്ല. അമ്മാ ഖൗലുഹു, അപ്പോൾ ഷായിറിന്റെ കൗല്. ഏത് കൗല്? ഫലം യുബ്ഖി മിന്നി ശൗഖു ഗൈറ തഫക്കുരി ഫലൗ ശിഅ്തു അൻ നബ്കി ബഖൈതു തഫക്കുറാ എന്ന ബൈത്ത്. എന്താണ് അതിന്റെ അർത്ഥം? ഫലം യുബ്ഖി മിന്നി, എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, അശൗഖു സ്നേഹം എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, ഗൈറ തഫക്കുരി എൻ്റെ തഫക്കുറ് ചിന്തയെ അല്ലാതെ. എന്നിൽ എന്ത് മാത്രമുള്ളൂ? തഫക്കുറ് മാത്രമുള്ളൂ, അതല്ലാത്ത ഒന്നും എന്നിലില്ല. അതായത് ദുഃഖം കാരണമായിട്ട് എന്നിൽ ഉള്ളത് എന്ത് മാത്രമാണ്? തഫക്കുറ് മാത്രമാണ്. അതായത് ഹുസ്ന് മാത്രമേ, ദുഃഖം മാത്രമേ എന്നിലുള്ളൂ എന്നർത്ഥം. അതുകൊണ്ട് ഫലൗ ശിഅ്തു, ഞാൻ ഉദ്ദേശിച്ചിരുന്നെങ്കിൽ, അൻ നബ്കിയ കരയാൻ ഉദ്ദേശിച്ചാൽ, ഫലൗ ശിഅ്തു ഞാൻ ഉദ്ദേശിച്ചാൽ, അത് കാരണമായിട്ട് ഞാൻ ഉദ്ദേശിച്ചാൽ, ഏത് തഫക്കുർ അല്ലാത്ത ഒന്നും ആ ഷൗക്ക് എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല. അപ്പോൾ ഷൗക്ക് എന്നിൽ ബാക്കിയാക്കിയത് എന്ത് മാത്രമേ ഉള്ളൂ? തഫക്കുർ മാത്രമേ ഉള്ളൂ. അത് കാരണമായി ഫലൗ ശിഅ്തു അൻ അബ്കിയ, ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ, ബഖൈതു തഫക്കുറ, തഫക്കുർ ചിന്തയെ മാത്രമാണ് ഞാൻ കരയുന്നത്. കാരണം എന്തുകൊണ്ടാണ്? തഫക്കുർ മാത്രമേ എന്നിലുള്ളൂ. അതുകൊണ്ട് ഞാൻ എന്തുദ്ദേശിച്ചാലും തഫക്കുർ അല്ലാതെ എന്നിൽ നിന്ന് പ്രകടമാവൂല. അപ്പൊ കരയാൻ ഉദ്ദേശിച്ചാൽ തഫക്കുറിനെ ഞാൻ കരയുള്ളൂ. കാരണം എന്താണ്? തഫക്കുർ മാത്രമേ എന്നിലുള്ളൂ. കേട്ടോ, ഫലം യുബ്ഖി മിന്നി, എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, ഷൗഖു സ്നേഹം എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല, ഗൈറ തഫക്കുരി എന്റെ തഫക്കുറിനെ അല്ലാതെ. അത് കാരണമായി ഫലൗ ശിഅ്തു അൻ അബ്കിയ, ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ, ബഖൈതു തഫക്കുറൻ തഫക്കുറിനെ ഞാൻ കരയുകയുള്ളൂ. ഫലം യുബ്ഖി മിന്നി ശൗഖു ഗൈറ തഫക്കുരി ഫലൗ ശിഅ്തു അൻ അബ്കി ബഖൈതു തഫക്കുറാ. ഈ ബൈത്ത് ഫലൈസ, ഇതല്ല, മിൻഹു അതിൽപ്പെട്ടതല്ല. എന്ത്? ഖരീബായതിന് വേണ്ടി കളയലിനെ തെറുക്ക് ചെയ്തതിൽ പെട്ടതല്ല. അതായത് ഖരീബായതിന് വേണ്ടി പറഞ്ഞതിൽ പെട്ടതല്ല. ഐ മിമ്മ ഫലൈസ, ഈ കൗലല്ല മിൻഹു ഖരീബായത് കൊണ്ട് കളയലിനെ ഒഴിവാക്കപ്പെട്ടതിൽ പെട്ടതല്ല.
ഗരീബായതുകൊണ്ട് പറഞ്ഞതിൽ പെട്ടതല്ല. ഇവിടെ കേട്ടോ, ഇവിടെ പറഞ്ഞിട്ടുണ്ട്, അത് ഗരീബായതുകൊണ്ട് പറഞ്ഞതല്ല. വലൗ ശിഇതു അൻ അബ്കിയ ദമൻ ലബഖൈതുഹു അലൈഹി വലാകിൻ സാഹത്തു സബ്രി ഔസൗ. അവിടെയോ, അവിടെ ഗരീബായതുകൊണ്ട് പറഞ്ഞതാണ്. ഇവിടെ പറഞ്ഞത് ഗരീബായതുകൊണ്ടല്ല. പിന്നെന്താണ്? കളഞ്ഞാൽ ദലീൽ ഉണ്ടാകൂല, അതുകൊണ്ട് പറഞ്ഞതാണ്. അതാണ് പറഞ്ഞത് ഫലൈസ മിന്നു. ഈ കൗലല്ല മിന്നു, അതിൽപ്പെട്ടതല്ല. ഐ മിമ്മ, ഒന്നിൽപ്പെട്ടതല്ല. എങ്ങനത്തെ ഒന്ന്? തുരിക ഫീഹി, ആ ഒന്നിൽ തെർക്ക് ചെയ്യപ്പെട്ടു. എന്തിന്? ഹദുഫുൽ മഫ്ഊലി, ഹദുഫു മഫ്ഊലിൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ മഫ്ഊലിനെ കളയലിനെ തെർക്ക് ചെയ്യപ്പെട്ട ഒന്നിൽപ്പെട്ടതല്ല. ബിനാഅൻ, എടുത്തതിന് വേണ്ടി തെർക്ക് ചെയ്തതിൽ പെട്ടതല്ല. അലാ ഖറാബത്തി തഅല്ലുഖിഹാ ബിഹി, മശിയ്യത്ത് മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഗരീബാണ് എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടി മഫ്ഊലിനെ കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതല്ല കേട്ടോ. അങ്ങനെയാണ് അർത്ഥം. ബിനാഅൻ എടുത്തതിന് വേണ്ടി കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതല്ല. അലാ ഖറാബത്തി തഅല്ലുഖിഹാ ബിഹി, മശിയ്യത്ത് മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഗരീബാണ് എന്നതിൻ്റെ മേൽ എടുത്തതിന് വേണ്ടി മഫ്ഊലിനെ കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതല്ല. അതായത് ഗരീബായതുകൊണ്ട് പറഞ്ഞതല്ല, പിന്നെ ദലീലില്ലാത്തത് കൊണ്ടാണ്. അലാമാ ദഹബ ഇലൈഹി സദറുൽ അഫാദിലി, ഗരീബായതിന് വേണ്ടി കളഞ്ഞത് പറഞ്ഞതാണ് എന്നത് ഗരീബാണ് എന്നതിന് വേണ്ടി പറഞ്ഞതാണ്. അലാമ, ഒരഭിപ്രായം അനുസരിച്ച്. ദഹബ ഇലൈഹി സദറുൽ അഫാദിലി, സദറുൽ അഫാദില് ആ അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ട്. അപ്പൊ സദറുൽ അഫാദിലിന്റെ മദ്ഹബ് എന്താണ്? ഗരീബായതുകൊണ്ട് കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതാണ് എന്ന് പറഞ്ഞാൽ, സദറുൽ അഫാദിൽ പറഞ്ഞത് ഈ ബൈത്തിൽ മഫ്ഊലിനെ പറഞ്ഞത് ഗരീബായതുകൊണ്ട് പറഞ്ഞതാണ് എന്നാണ്. എന്നാൽ അങ്ങനെ അല്ല എന്നാണ് മുസന്നിഫ് തങ്ങൾ പറയുന്നത്. എവിടെയാണ് സദറുൽ അഫാദിൽ പോയ അഭിപ്രായം എവിടെ രേഖപ്പെടുത്തി? ഫീ നിറാമി സിഖ്തി എന്ന കിതാബിൽ. എന്താണ് ആ അഭിപ്രായം? മിൻ അന്നൽ മുറാദ, സദറുൽ അഫാദിലിന്റെ അഭിപ്രായമാണ് പറയുന്നത്. മിൻ അന്നൽ മുറാദ, ഈ ബൈത്തിലെ മുറാദാകുന്നത് ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ ബഖൈതു തഫക്കുറൻ എന്നാണ്. ലൗ ശിഇതു, ഞാൻ ഉദ്ദേശിച്ചാൽ, അൻ അബ്കിയ തഫക്കുറൻ, ചിന്തയെ ഞാൻ കരയാൻ ഉദ്ദേശിച്ചാൽ, ബഖൈതു തഫക്കുറൻ, തഫക്കുറിനെ ഞാൻ കരയും എന്നാണ് മുറാദ് എന്നാണ് സദറുൽ അഫാദിൽ പറഞ്ഞിട്ടുള്ളത്. അങ്ങനെയല്ല എന്നാണ് മുസന്നിഫ് പറയുന്നത്. അപ്പോൾ എന്താവും ഇവിടുത്തെ അർത്ഥം? ഈ കൗല് ഫലൈസ, ഈ കൗലല്ല മിന്ന, അതിൽപ്പെട്ടതല്ല. ഐ മിമ്മ, ഒന്നിൽപ്പെട്ടതല്ല. തുരിക ഫീഹി, ആ ഒന്നിൽ തെർക്ക് ചെയ്യപ്പെട്ടു. ഹദുഫു മഫ്ഊലിൽ മശിയ്യത്തി, മശിയ്യത്തിന്റെ മഫ്ഊലിനെ കളയലിനെ തെർക്ക് ചെയ്യപ്പെട്ടു. അങ്ങനത്തെ ഒന്നിൽപ്പെട്ടതല്ല. ബിനാഅൻ അലാ ഖറാബത്തി തഅല്ലുഖിഹാ ബിഹി, മശിയ്യത്ത് മഫ്ഊലിനോടുള്ള തഅല്ലുഖ് ഗരീബാണ് എന്നതിന്റെ മേൽ എടുത്തതിന് വേണ്ടി കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതല്ല എന്ന് പറഞ്ഞാൽ പറഞ്ഞതിൽ പെട്ടതല്ല. മഫ്ഊലിനെ പറഞ്ഞതിൽ പെട്ടതല്ല. ഗരീബായതുകൊണ്ട് പറഞ്ഞതിൽ പെട്ടതല്ല. ഗരീബായതുകൊണ്ട് പറഞ്ഞതിൽ പെട്ടതാണ്. അലാമാ ദഹബ ഇലൈഹി സദറുൽ അഫാദിലി, സദറുൽ അഫാദിൽ പോയ മദ്ഹബ് അനുസരിച്ച്, അലാമ ഒരു മദ്ഹബ്, ഒരഭിപ്രായം അനുസരിച്ച് ഗരീബാണ് എന്നതുകൊണ്ട് കളയലിനെ തെർക്ക് ചെയ്തതിൽ പെട്ടതാണ്. ദഹബ ഇലൈഹി, ആ അഭിപ്രായത്തിലേക്ക് പോയിട്ടുണ്ടാര് സദറുൽ അഫാദിൽ ഫീ നിറാമി സിഖ്തി എന്ന കിതാബിൽ. അതെന്താണ് മൂപ്പര മദ്ഹബ്? ബിൻ അന്നൽ മുറാദാവുന്നത് ലൗ ശിഇതു അൻ അബ്കിയ തഫക്കുറൻ ബഖൈതു തഫക്കുറൻ ആണ് എന്നതിനാൽ, ഞാൻ ചിന്തയെ കരയാൻ ഉദ്ദേശിച്ചാൽ ചിന്തയെ കരയും. എന്നിട്ട് അദ്ദേഹം തന്നെ പറയുകയാണ്, ഫലം യുഹദഫു മഫ്ഊലുൽ മശിയ്യത്തി, ഇവിടെ
ഫലൗ ശിഇത്തു അൻ അബ്കിയ മശിയത്തിന്റെ മഫൂലിനെ കളഞ്ഞിട്ടില്ല. അതായത് വലം യഖുൽ പറഞ്ഞിട്ടില്ല ലൗ ശിഇത്തു ബഖൈതു തഫക്കുറൻ എന്ന് പറഞ്ഞില്ല. ലൗ ശിഇത്തു ബഖൈതു തഫക്കുറൻ എന്ന് പറഞ്ഞാൽ അവിടെ മഫൂലിന് ജവാബ് മഫൂലിന്റെ മേൽ അറിയിക്കും. പക്ഷെ ഇവിടെ മഫൂലിനെ പറഞ്ഞു. ആ പറഞ്ഞത് ഖരീബായത് കൊണ്ട് പറഞ്ഞതാണെന്നാണ് സദറുൽ ലഫാദിൽ പറയുന്നത്. അതാണ് വലം യഖുൽ പറഞ്ഞില്ല ലൗ ശിഇത്തു ബഖൈതു തഫക്കുറൻ എന്ന് പറഞ്ഞില്ല. കാരണം അന്ന തഅല്ലുക്കൽ മശിയത്തി സദറുൽ ലഫാദിന്റെ മദ്ഹബ് മശിയത്തിന്റെ തഅല്ലുക്ക് ബി ബുക്കായി തഫക്കുരി തഫക്കുറിനെ കരയിലിനോടുള്ള ഈ മശിയത്തിന്റെ ബന്ധം ഖരീബാണ് എന്നാ ആര് പറയുന്നത്? സദറുൽ ലഫാദിൽ പറയുന്നത്. ഏതുപോലെ തഅല്ലുഖിഹാ ബി ബുക്കായി ദമി ആ മശിയത്ത് ബന്ധിക്കും പോലെ ബുക്കാഉദ്ദമിനോട് ബന്ധിക്കും പോലെ ബുക്കാഉദ്ദമിനോടുള്ള തഅല്ലുക്ക് ഖരീബാണല്ലോ എന്നതുപോലെ തഫക്കുറിന്റെ കരയിലും എന്താണ് ഇവിടെ ഖരീബാണ് എന്നാ. അതുകൊണ്ടാണ് ഇവിടെ മഫ്ഊലിനെ പറഞ്ഞത് എന്നാണ് സദറുൽ ലഫാദിൽ പറയുന്നത്. അപ്പോൾ ഒരു ചോദ്യമുണ്ട്. ലൗ ശിഇത്തു അൻ അബ്കിയ തഫക്കുറൻ എന്ന് ബൈത്തിലില്ലല്ലോ. അതിന് സദറുൽ ലഫാദിന്റെ മദ്ഹബ് മൂപ്പര വാദമനുസരിച്ച് ഈ തഫക്കുറൻ എന്നുള്ളത് മുത്തനാസഇ ഫീഹി ആണ്. സദറുൽ ലഫാദിന്റെ ദഅവ പ്രകാരം അത് തനാസുഉ ബാബിൽപ്പെട്ടതാണ്. ഫലൗ ശിഇത്തു അൻ അബ്കിയ ബഖൈതു തഫക്കുറൻ ഈ തഫക്കുർ എന്നുള്ളത് അബ്കിയ എന്നതിന്റെ മഫൂലുമാവാം ബഖൈതുന്റെ മഫൂലുമാവാം. അപ്പോൾ രണ്ടാമത്തേതിനെ അമൽ ചെയ്യിപ്പിച്ചാൽ ഒന്നാമത്തേതിൽ ലബീറിനെ കൊടുത്താൽ മതിയല്ലോ. അന്നബിക്കിയഹു പക്ഷെ അവിടെ കളയൽ നിർബന്ധവുമാണ്. വലാ തജ്മഉ അവ്വലിൻ ഖദ് ഉഹ്മില ബിമുദ്മരിൻ ലി ഗൈരി റഫഇൻ ഊഹില ബൽ ഹദ്ഫഹുൽ സം ഇയകുൻ ഗൈറ ഖബർ വഅഖിറൻഹു ഇയകുൻ ഹുവൽ ഖബർ എന്നാണ്. രണ്ടാമത്തതിനെ അമല് ചെയ്യിപ്പിക്കുമ്പോൾ ഒന്നാമത്തത് മുഹമ്മലാവുകയും ചെയ്യുമ്പോൾ ഒന്നാമത്തത് ഒരു മർഫൂ അല്ലാത്ത ദമീറിനെയാണ് അതിന് ആവശ്യമെങ്കിൽ അതിനെ കൊണ്ടുവരണ്ട എന്ന് മാത്രമല്ല കളയൽ നിർബന്ധവുമാണ്. അങ്ങനെയാണല്ലോ പറഞ്ഞത് അല്ലേ? വലാ തജ്ഇ നീ കൊണ്ടുവരണ്ട, നീ വരണ്ട. അവലി ഒന്നാമത്തതിനോട് കൂടെ നീ വരണ്ട. കത് ഉഹുമില ആ ഒന്നാമത്തതിനെ മുഹമ്മലാക്കപ്പെട്ടു ബി മുളുമനി ലമീറിനെ കൊണ്ടുവരണ്ട. ലിഗൈരി റഫഇൻ ഊഹില റഫ് അല്ലാത്തതിന് അഹിലാക്കപ്പെട്ട ലമീറിനെ കൊണ്ടുവരണ്ട. അപ്പൊ മൻസൂബായ ലമീറിനെ കൊണ്ടുവരണ്ട. ബൽ ഹദ്ഫഹുൽ സം ഇയകുൻ ഗൈറ ഖബർ ആ ലമീർ ഖബർ അല്ലെങ്കിൽ അസ്ലിൽ ഖബർ അല്ലെങ്കിൽ കളയൽ നിർബന്ധവുമാണ്. ഇവിടെ ഈ തഫക്കുർ ഖബറുമല്ല. ബുക്കാ കരയലാകുന്നത് അല്ലേ എന്താണ് ചിന്തയാണെന്ന് പറയൂലല്ലോ. അപ്പൊ അസ്ലിൽ ഖബർ അല്ലാത്തോണ്ട് കളയൽ നിർബന്ധവുമാണ്. സദറുൽ ലഫാദിന്റെ മദ്ഹബ് പ്രകാരം ഇത് തനാസുഉ ബാബിൽപ്പെട്ടു. അപ്പോൾ ഫലൗ ശിഇത്തു അൻ അബ്കിയ തഫക്കുറൻ ബഖൈതു തഫക്കുറൻ എന്ന് തന്നെയാണ് അദ്ദേഹത്തിന്റെ മദ്ഹബ് പ്രകാരം. ഈ തഫക്കുറൻ എന്നുള്ളത് അബ്കിയന്റെ മഫൂലു ആവാലോ. ഇനി ബഖൈതുന്റെ അപ്പൊ ബഖൈതുൽ ദമീറിനെ കൊടുക്കണം. ബഖൈതുന്റെ മഫൂലാണെങ്കിൽ അബ്കിയയിൽ ദമീറിനെ കൊടുക്കണം. അപ്പൊ രണ്ടാമത്തേനെ അമൽ ചെയ്യിപ്പിച്ചാൽ മതി. ഒന്നാമത്തേൽ ദമീറിനെ കളയൽ നിർബന്ധവുമാണ്. ഇതാണ് സദറുൽ ലഫാദിന്റെ ദഅവ. ഖരീബായതുകൊണ്ട് ഇവിടെ പറഞ്ഞതാണ്. പക്ഷെ അങ്ങനെ അല്ല. കാരണം ഇവിടെ ശാരിഹിന് ആ ലക്ഷ്യമില്ല. അങ്ങനെ ഉണ്ടെങ്കിൽ അത് ഖരീബാകും. പക്ഷെ അങ്ങനെ ഇവിടെ ഉദ്ദേശമില്ല.
അതിവിടെ പറയുന്നുണ്ട്. വ ഇന്നമാ ലം യക്കും മിൻ ഹാദൽ ഖബീലി, ഈ കൗല് ആയില്ല മിൻ ഹാദൽ ഖബീലി, ഈ കബീലയിൽ പെട്ടതായില്ല. ഏത്? ഗരീബായതിന് വേണ്ടി പറഞ്ഞതിൽ പെട്ടില്ല. പിന്നെന്താണ്? പറഞ്ഞിട്ടുണ്ട്, അത് ഗരീബായത് കൊണ്ടല്ല. കാരണം അന്നൽ മുറാദ ബിൽ അവ്വലി, ഒന്നാമത്തത് കൊണ്ടുള്ള മുറാദ് അന്നബിക്കിയ, അവിടെ അൽ ബുക്കാഉൽ ഹഖീഖിയു, ഹഖീഖിയായ ബുക്ക ആണ്. ഏത് ബുക്ക അല്ല? ലൽ ബുക്കാഉൽ ഫിക്രിയു, ഫിക്രിയായ ബുക്ക അല്ല, അത് ഹഖീഖിയായ കരയലല്ല. ഹഖീഖിയായ കരച്ചിൽ ഏതാണ്? കണ്ണുനീരിനെ കരയലാണ്. അപ്പോ അവിടെ എപ്പോഴും തഫക്കുറിന് ആ മുസന്നിഫിന്റെ മദ്ഹബ് പ്രകാരം തനാസുവാബിൽ പെടൂല, മുത്തനാസു ഫീഹി അല്ല. അബ്കിയന്റെ അവിടെ ഒന്നും സങ്കല്പിക്കേണ്ടതില്ല. പിന്നെ മഫൂലിനെ ഇവിടെ പറഞ്ഞു, അൻ അബ്കിയ എന്നുള്ളത് മഫൂലാണ്. ആ മഫൂലിനെ ഇവിടെ പറഞ്ഞു. സദറുൽ അഫാദിന്റെ വാദപ്രകാരം മഫൂല് അൻ അബ്കിയമ നിൽക്കൂല, അൻ അബ്കിയ തഫക്കുറൻ എന്നുള്ളതാണ് മഫൂല്. മുസന്നിഫിന്റെ പ്രകാരം അൻ അബ്കിയ അത്ര, അത് മാത്രമാണ് മഫൂല്. അതാണ് ഹഖീഖിയായ ബുക്ക ആണ്. ലൽ ബുക്കാഉൽ ഫിക്രിയായ ബുക്ക അല്ല. ലിഅന്നഹു ഷാഇർ ലം യുരിദ്, ഉദ്ദേശിച്ചിട്ടില്ല, അൻ യഖൂല പറയാൻ, ലൗ ശഇതു അൻ അബ്കിയ തഫക്കുറൻ ബക്കൈതു തഫക്കുറൻ എന്ന് പറയാൻ ഷാരിഹ് ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ അത് ഗരീബാകും. പക്ഷെ അത് ഉദ്ദേശിച്ചിട്ടില്ല. പിന്നെ ഷാഇർ ഉദ്ദേശിച്ചത് എന്താണ്? കരയാൻ ഉദ്ദേശിച്ചാൽ ചിന്തയെ കരയുമെന്ന. ബൽ അറാദ, അതാണില്ലേ, അന്നഹു ഷാഇർ ലം യുരിദ്, ഉദ്ദേശിച്ചിട്ടില്ല, അൻ യഖൂല, ഷാഇർ പറയാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ത്? ലൗ ശഇതു അൻ അബ്കിയ തഫക്കുറൻ, തഫക്കുറിനെ കരയാൻ ഞാൻ ഉദ്ദേശിച്ചാൽ, വക്കൈതു തഫക്കുറൻ, ഞാൻ തഫക്കുറിനെ കരയും എന്ന് പറയാൻ ഷാഇർ ഉദ്ദേശിച്ചിട്ടില്ല. അങ്ങനെ ഉദ്ദേശിച്ചാൽ അത് ഗരീബാകും, സദറുൽ അഫാദിൽ പറയുന്നത് പോലെ. പക്ഷെ ഷാഇർ അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല. ബൽ അറാദ, ഷാഇർ ഉദ്ദേശിച്ചത് എന്താണ്? യഖൂല, പറയാൻ ഉദ്ദേശിച്ചു, അഫ്നാനി, എന്നെ നശിപ്പിച്ചു, അന്നുഹൂലു, മെലിച്ചിൽ, ദുഃഖം കാരണം മെലിച്ചിൽ എന്നെ നശിപ്പിച്ചു, ഫലം യുബക്കി മിന്നി, എന്നിൽ നിന്ന് ബാക്കിയാക്കിയിട്ടില്ല. എന്തിനെ അല്ലാതെ? വൈറ ഖവാത്തിർ, ചില ആലോചനകളെ അല്ലാതെ എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല. എങ്ങനത്തെ ആലോചനകളാണ്? തെജൂല് ഫിയ്യ, എന്നിൽ അത് ചുറ്റിക്കറങ്ങുന്നു. അങ്ങനത്തെ ഖൈറ, ഫലം യുബക്കി മിന്നി, എന്നിൽ ആ മെലിച്ചിൽ എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല. ഖൈറ ഖവാത്തിറ, ചില ആലോചനകളെ അല്ലാതെ എന്നിൽ ബാക്കിയാക്കിയിട്ടില്ല. എങ്ങനത്തെ ആലോചനകൾ? തെജൂലു, എന്നിൽ ഫിയ്യ, എന്നിൽ അത് ചുറ്റിക്കറങ്ങുന്നു. അങ്ങനെ വെറും ചിന്ത മാത്രമേ എന്നിലുള്ളൂ. ഷൗക്ക്, എന്നിൽ ആ ചിന്ത മാത്രമേ ബാക്കിയാക്കിയിട്ടുള്ളൂ. ഹത്താ ലൗ ശഇതുൽ ബുക്കാഅ, ഞാനൊന്ന് കരയാൻ ഉദ്ദേശിച്ചാൽ, ഫമറൈതു ജുഫൂനി, എൻ്റെ കൺപോളകളെ ഞാനൊന്ന് തടഞ്ഞാൽ, വ അസറത്തു ഐനി, എൻ്റെ അല്ലെങ്കിൽ ഐനയ്യ, എൻ്റെ രണ്ട് കണ്ണുകളെ അല്ലെങ്കിൽ എൻ്റെ കണ്ണിനെ ഞാനൊന്ന് തടവിയാൽ, ലി യസീല മിന്ന, ആ കണ്ണിൽ നിന്ന് ഒലിക്കാൻ വേണ്ടി, ദംഉൻ, കണ്ണുനീര് ഒലിക്കാൻ വേണ്ടി ഞാനൊന്ന് തടഞ്ഞാൽ, ലം അജിദുഹു, കണ്ണുനീരിനെ ഞാൻ കാണുന്നില്ല. കാരണം എന്നിൽ വെറും ആലോചനകൾ മാത്രമാണ്. പിന്നെങ്ങനെ കണ്ണുനീരുണ്ടാവും? വല്ലതും ഉണ്ടാകുകയാണെങ്കിൽ ഈ ആലോചന ഉണ്ടാവുകയുള്ളൂ, തഫക്കുർ മാത്രമേ ഉള്ളൂ. അങ്ങനെ ഞാനൊന്ന് കണ്ണ് തടവിയിട്ട് കണ്ണിൽ നിന്ന് ഒരു തുള്ളി വെള്ളം ഒലിക്കാൻ ഞാൻ ഉദ്ദേശിച്ചാൽ, ലം അജിദുഹു, അതിനെ ഞാൻ കാണുന്നില്ല. വ ഖറജ മിൻഹാ, ആ കൺപോളകളിൽ നിന്ന് പുറപ്പെടുന്നത്, ബദലദം, ഈ കണ്ണുനീരിന് പകരം ആ തഫക്കുറു, ചിന്തയാണ്. കാരണം ചിന്ത മാത്രമേ എന്നിലുള്ളൂ.
അതുകൊണ്ട് ഒരു തുള്ളി കണ്ണുനീര് കണ്ണിൽ നിന്ന് പോരണം എന്ന് ഞാൻ ഉദ്ദേശിച്ചാലും അത് ഉണ്ടാവുകയില്ല. ഫൽ മുക്കാഉല്ലദി ഈ അറാദ ഈഖാ അൽ മശിയ്യത്തി അലൈഹി. ഫൽ മുക്കാവ്, അപ്പോൾ ഒരു മുക്കാവ്. അല്ലതി എങ്ങനത്തെ മുക്കാവ്? അറാദ ഷാഇർ ഉദ്ദേശിച്ചു ഈഖാ അൽ മശിയ്യത്തി അലൈഹി, മശിയ്യത്തിനെ ആ മുക്കായിനോട് വാക്കിയാക്കലിനെ, അതായത് മശിയ്യത്തിനെ അമൽ ചെയ്യിപ്പിക്കലിനെ ഉദ്ദേശിച്ച മുക്കാവ്. മുക്കാഉൻ മുത്ലഖുൻ, അത് മുത്തലക്കായ എന്താണ് മുക്ക ആണ്. പിന്നെ ഉപാധിയില്ലാത്ത മുത്തലക്കായ വെള്ളം എന്ന് പറയും പോലെ ഒരു മുത്തലക്കായ മുക്ക ആണ് മുബ്ഹബൂൻ. അത് പറയാത്തത് കൊണ്ട് അവ്യക്തമായതുമാണ്. മുത്തലക്കായ വെള്ളം എന്ന് പറയുമല്ലോ, മുത്തലക്ക് അല്ല. അതുപോലെ മുത്തലക്കായ മുക്കാവ്, മുത്തലക്ക് മുക്ക അല്ല. മുത്തലക്ക് മുക്കാവ് എന്ന് പറഞ്ഞാൽ ഖദർ മുസ്തറക്കാണ്. മുത്തലക്കായ എന്ത് മുക്കാവ്? തനിച്ച കരയൽ, അതായത് ഒരു ഉപാധി ഇല്ലാത്ത കരയല്. അപ്പോൾ അവിടെ മഫൂൽ ഉണ്ടാവും, പക്ഷെ പറഞ്ഞിട്ടില്ല. പിന്നെ മുബ്ഹബുൻ, അത് അവ്യക്തവുമാണ്. എന്തുകൊണ്ട് അവ്യക്തമായത്? അവിടെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അന്നബിക്കിയന്റെ മഫൂലിനെ ഇവിടെ കളഞ്ഞിട്ടുണ്ട് മുസന്നിഫിന്റെ അഭിപ്രായം അനുസരിച്ച്. അത് തഫക്കുറൻ എന്നതല്ല, അത് സദറുൽ ലഫാലിന്റെ അഭിപ്രായമാണ് തഫക്കുർ. അബിക്കിയന്റെ മഫൂല് തഫക്കുറാണ്. എന്നിട്ട് അന്നബിക്കിയ തഫക്കുറൻ ഒന്നായിട്ട് ശിഅ്തൂന മഫൂലാണെന്നാണ് സദറുൽ ലഫാലിൽ പറയുന്നത്. മുസന്നിഫിന്റെ ദഅവ പ്രകാരം ശിഅ്തൂന മഫൂല് അന്നബിക്കിയാണ്. അന്നബിക്കിയന്റെ മഫൂല് മഹ്ദൂഫാണ്. അത് പറഞ്ഞിട്ടില്ല. പറയാത്തത് കൊണ്ട് അത് മുബ്ഹമാണ്. പിന്നെ ആ മഫൂല് മുത്തലക്കായ മഫൂലാണ്, ഒരു മുഖയ്യതായ മഫൂലല്ല. മുത്തലക്കായ മഫൂൽ എന്ന് പറഞ്ഞാൽ യഥാർത്ഥത്തിലുള്ള ഹക്കീക്കിയായ കരയൽ, അതാണ് മുത്തലക്ക്. ഖൈദില്ലാത്ത കരയൽ, അതാണ് ഹക്കീക്കിയായ കരയൽ. അതാ പറയട്ടെ, അതായത് ഗൈറു മുഅദ്ദൻ, അതാണ് ഫൽ ബുക്കാവ്. ബുക്കാവ് അല്ലത് എങ്ങനത്തെ ബുക്കാവ്? അറാദ ഷായിർ ഉദ്ദേശിച്ചു ഈഖാ അൽ മശിയ്യത്തി, മശിയ്യത്തിനെ അമൽ ചെയ്യിപ്പിക്കലിനെ, വാക്കിയാക്കലിനെ, അലൈഹി ആ മുക്കായിന്റെ മേൽ. അത് മുക്കാവും മുത്തലഖുൻ, മുത്തലക്കായ മുക്ക ആണ്. ഒരു കൈതുള്ളതല്ല, തഫക്കുർ എന്ന കൈതുള്ളതല്ല. മുബ്ഹബുൻ, അത് പറഞ്ഞിട്ടുമില്ല, അവ്യക്തമാണ്, അത് മഹ്ദൂഫാണ്, ഇഖ്തിസാറിന് വേണ്ടി കളഞ്ഞതാണ്. ഏത്? അബിക്കി എന്ന മഫൂലിനെ പറ്റിയാണ് പറയുന്നത്. അബിക്കിയ എന്നുള്ളത് മുത്തലക്കായ മുക്ക ആകുമ്പോൾ അതെന്തായി? മുത്തലക്കായ മുക്ക ആണ്. മുബ്ഹമുമാണ്. മുബ്ഹമു എന്ന് പറയാൻ കാരണം എന്താണ്? മശിയ്യത്തിന് അതിന്റെ മേൽ വാക്കിയാക്കാൻ ഉദ്ദേശിച്ചു. അങ്ങനത്തെ മുക്കാവും മുത്തലക്കും മുത്തലക്കായ മുക്ക ആണ്. മുത്തലക്കായ മുക്കാവിനെ കരയൽ എന്നത് മുബ്ഹമുമാണ്. മഫൂലിന് അതിന്റെ മഫൂലിന് ആ മുക്കായിന്റെ മഫൂലിനെ പറയാത്തത് കൊണ്ട്, ആ മുക്കായിന്റെ മഫൂലിനെ പറയാത്തത് കൊണ്ട് അത് മുബ്ഹമായി എന്നാണ്. അതേതാണ് ആ മഫൂല്? കണ്ണിനീരുദ്ധം ആണത്. ആ മഫൂല് അത് പറയാത്തത് കൊണ്ട് മുബ്ഹമായി, പിന്നെ കൈദില്ലാത്തത് കൊണ്ട് മുത്തലക്കുമായി. കണ്ടോ? മുത്തലക്കായ വെള്ളം എന്ന് പറയുന്നത് പോലെയാണത്. അതായത് ഗൈറു മുഅദ്ദൻ ഇല തഫക്കുരി അൽബത്ത, തഫക്കുറിലേക്ക് വിട്ടുകിടക്കാത്തതാണ് അൽബത്തത്ത, ഉറപ്പായിട്ടും. വൽ ബുക്കാവു സാനി, രണ്ടാമത്തെ ബുക്കാവ് മുഖയ്യദുൻ, അത് കൈതു കൊടുക്കപ്പെട്ടതാണ്. മുഅദ്ദൻ ഇല തഫക്കുരി, അതായത് തഫക്കുറിലേക്ക് വിട്ടുകിടക്കുന്നതുമാണ്. ഫലാ യസിഹു, അപ്പോൾ രണ്ട് മുക്കാവും തമ്മിൽ എന്തുണ്ട്? വ്യത്യാസമുണ്ട്. ഒന്നാമത്തെ മുക്കാവ് മുത്തലക്കാണ്, രണ്ടാമത്തെ മുക്കാവ് മുഖയ്യദാണ്.
ഫലാ യസിഹു, അപ്പൊ രണ്ടാമത്തെ മുക്കാവ് സഹിയാകൂല, തഫ്സീറൻ ലിൽ അവ്വലി, ഒന്നാമത്തതിന്റെ മുഫസ്സിറാകാനും, ബയാനൻ ലഹു, ഒന്നാമത്തതിന്റെ മുബയ്യിനാകാനും സഹിയാകൂല. രണ്ടും വ്യത്യാസമുള്ളത് കൊണ്ട് കേട്ടോ. അതുകൊണ്ടാണ് ഇവിടെ എന്തായത് പറഞ്ഞത്. കളയുകയാണെങ്കിൽ രണ്ടാമത്തത് മുബയ്യിനാവണം, രണ്ടാമത്തത് മുഫസ്സിറാവണം, എങ്കിലല്ലേ കളയാൻ പറ്റുള്ളൂ. ജവാബ് അറിയിക്കണ്ടേ. അപ്പൊ ഇവിടെ ജവാബ് അറിയിക്കൂല. ജവാബ് ഷാഇറിന്റെ ഉദ്ദേശം എന്താണ്? ഒന്നാമത്തത് മുത്തലക്കായ മുക്ക ആണ്, രണ്ടാമത്തത് മുക്കയ്യതായ മുക്ക ആണ്. അപ്പോൾ ഇവിടെ മഫൂലിനെ അന്നബിക്കിയ എന്ന മഫൂലിനെ കളഞ്ഞാൽ ബക്കൈതു തഫക്കുറൻ എന്ന് പറഞ്ഞ ജവാബ് ആ മുക്കയ്യതായ ആ മുക്കാ മുത്തലക്കായ മുക്കായിന്റെ മേൽ അറിയിക്കൂല. അതുകൊണ്ടാണ് പറഞ്ഞത്. അപ്പൊ ദലീലില്ലാത്തത് കൊണ്ടാണ് പറഞ്ഞത് എന്ന് ചുരുക്കം. അപ്പോൾ ഇവിടെ സദറുൽ അഫാദിലിന്റെ അടുക്കലും മുസന്നിഫിന്റെ അടുക്കലും മഫൂലിനെ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ മുസന്നിഫിന്റെ അടുക്കൽ മഫൂല് അന്നബിക്കിയ എന്നുള്ളതാണ്. അബിക്കിയന്റെ മഫൂലിനെ കളഞ്ഞു, അത് മറ്റൊരു അമർ. സദറുൽ അഫാദിലിന്റെ അടുക്കൽ മഫൂല് അന്നബിക്കിയ തഫക്കുറൻ എന്നതുമാണ് കേട്ടോ. കമായിദാ ഖുൽതനി, പറഞ്ഞാലുള്ളത് പോലെ, ലൗ ശിഇത അൻ തുഅ്തിയ ദിർഹമൻ അഅ്തൈത ദിർഹമൈനി എന്ന് നീ പറഞ്ഞാലുള്ളത് പോലെ. എന്താ ലൗ ശിഇത, നീ ഉദ്ദേശിച്ചാൽ, ഇനി ലൗ ശിഇതു എന്ന് പറഞ്ഞാലും വേണ്ടില്ല. അൻ തുഅ്തിയ ദിർഹമൻ, 2 ദിർഹമിന് നീ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അഅ്തൈത ദിർഹമൈനി, 2 ഇത് കമായിദാ ഖുൽതനി പറഞ്ഞാലുള്ളത് പോലെ, ലൗ ശിഇത നീ ഉദ്ദേശിച്ചാൽ, അൻ തുഅ്തിയ ദിർഹമൻ, 1 ദിർഹമിനെ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അഅ്തൈത ദിർഹമൈനി, 2 ദിർഹമിനെ നീ കൊടുക്കും. ഇവിടെ ഈ ദിർഹമൻ എന്നതിനാണ് കളഞ്ഞാല് ഇവിടെ നമ്മളെ ലക്ഷ്യം എന്താണ്? 1 ദിർഹമിനെ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ 2 ദിർഹം കൊടുക്കുന്ന ആളാണ് നീ എന്നാണ് ഇവിടുത്തെ അർത്ഥം. ഇവിടെ ദിർഹമൻ എന്നതിനെ കളഞ്ഞാൽ എന്നിട്ട് വായിക്കുക, ലൗ ശിഇത നീ ഉദ്ദേശിച്ചാൽ, അൻ തുഅ്തിയ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അഅ്തൈത ദിർഹമൈനി 2 ദിർഹമിനെ കൊടുക്കുന്ന. അപ്പോൾ ഇവിടെ എന്താവും? ഈ അഅ്തൈത ദിർഹമൈനി എന്നുള്ളത് ദിർഹമൻ എന്ന 1 ദിർഹമിന്റെ മേൽ അറിയിക്കൂല. അവിടെ അർത്ഥം മാറിപ്പോകും. ലൗ ശിഇത നീ ഉദ്ദേശിച്ചാൽ, അൻ തുഅ്തിയ നീ കൊടുക്കാൻ ഉദ്ദേശിച്ചാൽ, അഅ്തൈത ദിർഹമൈനി 2 ദിർഹമിനെ നീ കൊടുക്കും എന്നാണ്. അപ്പൊ അന്തൊഴുത്തിയെന്ന മഫൂല് ദിർഹമൈനീന വെക്കേണ്ടി വരും. അതിവിടെ ഈ കായിനു ലക്ഷ്യവുമില്ല. അപ്പോൾ അവിടെ ദിർഹമനെ കളഞ്ഞാൽ അഅ്തൈത ദിർഹമൈനി എന്നുള്ളത് ദിർഹമൻ എന്ന തൊഴുത്തി എന്ന മഫൂലിന്റെ മേൽ അറിയിക്കാത്തത് പോലെ ഇവിടെ ബക്കൈതു തഫക്കുറൻ എന്നുള്ളത് ഹഖീഖിയായ മുക്കായിന്റെ മേൽ അറിയിക്കൂല. ദിർഹമൻ എന്നുള്ള 1 ദിർഹം എന്നുള്ളിടത്ത് ദിർഹമിനെ കളഞ്ഞാൽ അഅ്തൈത ദിർഹമൈനി എന്നുള്ളത് ദിർഹമൻ എന്നതിന്റെ മേൽ അറിയിക്കാത്തത് പോലെ കദാഫി ദലായിലിൽ ഇജാസി, ഇങ്ങനെയാണ് ദലായിലുൽ ഇജാസിൽ ഉള്ളത്.